ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെതർലാൻഡ്സ് വ്ളോഗ് ഡേ 2. രാവിലെ ഇപ്പോൾ ഏകദേശം സമയം 10 മണിയായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ തിരിച്ച് ആംസ്റ്റർഡാം സെൻട്രലിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്ന് നെതർലാൻഡ്സിൻ്റെ തന്നെ ഒരു കൺട്രി സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. സാൻസെ ഷാൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. സാൻസെ ഷാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനുള്ളത് വിൻഡ് മിൽസ് ആണ് കേട്ടോ. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന ഒരു കൈൻഡ് ഓഫ് വിൻഡ് മില്ലല്ല, പഴയ കാലത്ത് നെതർലാൻഡ്സിൽ ഉപയോഗിച്ചിരുന്ന വിൻഡ് മില്ലുകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അവിടെ അതല്ലാതെ കുറേ ചീസ് മേക്കിംഗ് ഫാക്ടറീസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നതിന് ശേഷം നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇന്നൊരു ദിവസം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നെതർലാൻഡ്സിൽ ഇന്ന് വൈകിട്ട് 5:30 ജർമ്മനിക്കുള്ള ബസ്സിൽ നമ്മൾ കയറി പാഡർബോണിലേക്ക് പോകും. വെളുപ്പിന് ഏകദേശം 1 മണിയൊക്കെ എടുക്കാറാവുമ്പോഴേക്കും നമ്മൾ പാഡർബോൺ എത്തും കേട്ടോ. അപ്പോൾ നമ്മളിത് ആംസ്റ്റർഡാം സെൻട്രലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് പോകുന്ന സാൻസെ ഷാൻസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇന്നലെ എടുത്ത GVB ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് അതിന് വേണ്ടിയിട്ട് EBS എന്ന് പറയുന്ന പുതിയൊരു ടിക്കറ്റ് എടുക്കണം. EBS ടിക്കറ്റിന് ഞങ്ങൾക്ക് ഒരാൾക്ക് 12.5 യൂറോസ് ആണ് കേട്ടോ ആയത്. EBS ടിക്കറ്റ് ഞങ്ങൾ ബസ്സിൽ കയറുന്നതിന് മുമ്പ് ബസ് ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. നമ്മൾ ഈ വന്നിറങ്ങിയിരിക്കുന്ന മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമുക്ക് ബസ് സ്റ്റേഷൻ ഉള്ളത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് വെറുതെ ഇവിടെ ഒന്ന് നടന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫെറിയിലെ ഇതിൽ ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ GVB ടിക്കറ്റ് മതി കേട്ടോ. ആദ്യം ഞങ്ങൾ ഈ ഫെറിയിൽ കയറി ഒന്ന് അപ്പുറത്തെ സൈഡ് വരെ പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചെങ്കിലും ഇനി സാൻസെ ഷാൻസിലെ എല്ലാം കണ്ടു കഴിയാൻ എത്ര ടൈം എടുക്കും എന്നൊന്നും അറിയാത്തത് കൊണ്ട് വേഗം ബസ് കയറി പോകാമെന്ന് തന്നെ ഡിസൈഡ് ചെയ്തു. കാരണം നമുക്ക് വൈകിട്ട് 5:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് കുറച്ച് ദൂരത്തേക്കാണ് നമ്മുടെ ഫ്ലിക്സ് ബസ് വരുന്നത്. അപ്പോൾ സമയത്തിൻ്റെ പരിമിതികൾ ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ നടന്ന് വെറുതെ എൻജോയ് ചെയ്തിട്ട് നമുക്കൊരു ഹോട്ട് ചോക്ലേറ്റും കുടിച്ചിട്ട് ബസ് അന്വേഷിക്കാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മളിതേ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഫ്ലൂറസൻ കളറിലെ ജാക്കറ്റ് ഇട്ടിരിക്കുന്ന ആ ലേഡിയില്ലേ, അവരാണ് കേട്ടോ ഇവിടെ ഈ ടിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കാണുന്ന EBS ടിക്കറ്റിന്റെ ബാക്കിലായിട്ട് ഇവരൊരു മാപ്പും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നെതർലാൻഡ്സിലെ സ്ഥലങ്ങളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറി. ഇനി ഇവിടെ നിന്ന് ഏകദേശം 1 അവർ ഉണ്ട് നമുക്ക് സാൻസെ ഷാൻസിലേക്ക്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മളിത് സാൻസെ ഷാൻസിന്റെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് തന്നെയാണ് കേട്ടോ സാൻസെ ഷാൻസ്. ഇവിടെ നമുക്ക് വേറെ ട്രാമോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സാൻസെ ഷാൻസിന്റെ അകത്ത് കയറാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ. ഇതൊരു വാട്ടർ വില്ലേജ് ആണെന്നും ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ കാര്യവുമാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത്. ഭയങ്കരമായിട്ട് ഞങ്ങൾ പെട്ടി കൊണ്ടുപോകുന്നതിൻ്റെ സൗണ്ട് ഇതിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടാമത് വോയിസ് ഓവർ കൊടുത്തത്. ഈ സാൻസെ ഷാൻസിൽ പ്രധാനമായിട്ടും നമുക്കൊരു 2-2.5 മണിക്കൂർ കാണാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അതാണ് ഈ മാപ്പിൽ മെയിനായിട്ട് അവർ എവിടേക്കാണ് പോകേണ്ടത്, ഇതിലെങ്ങോട്ടേക്കൊക്കെയാണ് നടക്കേണ്ടത്, എവിടേക്ക് എന്തിൻ്റെയൊക്കെ മ്യൂസിയംസ് ആണ് ഉള്ളത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സാൻസെ ഷാൻസിൽ 2 മണിക്കൂറത്തെ കാര്യങ്ങളെ കാണാനുള്ളെങ്കിലും നമ്മളൊരു 1/2 മണിക്കൂർ ഇതിൻ്റെ പല ലൊക്കേഷനിൽ നിന്ന് ഫോട്ടോ എടുത്ത് തന്നെ നമുക്ക് പോകും. കാരണം അത്രത്തോളം മനോഹരമാണ് ഇവിടുത്തെ ഓരോ ലൊക്കേഷൻസും കാണാനായിട്ട്.
യെല്ലോ കളറിൽ ഈ വലുതാക്കി വെച്ചിരിക്കുന്ന സംഭവം പണ്ടത്തെ കാലത്ത് ഡച്ചുകാർ ഉപയോഗിച്ചിരുന്ന ഒരു തരം ചെരുപ്പാണ് കേട്ടോ. ഈ ഷൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു വർക്ക്ഷോപ്പ് തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അത് ഇവരോട് ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ, 50 years ഓഫ് വുഡൻ ഷൂസിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇവർ. ഇപ്പോഴും സ്റ്റിൽ ഇവർ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഷൂസസ് മേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നതെല്ലാം പഴയ കാലത്തെ ടൈപ്പ് ഓഫ് ഷൂസാണ്. ഇതിൻ്റെ കുറേ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുത്തി ഇന്നത്തെ കാലത്തും ഇവർ ഇങ്ങനത്തെ ഷൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് ഇവർ എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നതെന്നുള്ളതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവരിവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നടന്ന് എത്തിക്കഴിയുമ്പോഴേക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ട്രെൻഡിലുള്ള ഷൂസസും കാര്യങ്ങളൊക്കെ ഇവർ മേക്ക് ചെയ്തത് ഇവരിവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് സുവനീറുകളാണ്. ഹോളണ്ടിനെയും ആംസ്റ്റർഡാമിനെയും അതുപോലെ സാൻസേഷാൻസിനെയൊക്കെ ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല പല കാര്യങ്ങളും ഇവരിവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇത് കണ്ടിട്ട് എനിക്കിതിൽ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നേ. നിങ്ങൾ ഈ കണ്ടില്ലേ, ഇത് ക്രിസ്മസ് ട്രീയിൽ നമ്മൾ ഇടുന്ന ഹാങ്ങിങ്സ് ആണ്. ഇതിനെല്ലാത്തിനും 12.95 ആണ് ഒരെണ്ണത്തിന് എഴുതിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഏകദേശം 1200 രൂപയാണ് ഈ കാണുന്ന ഒരു ചെറിയ സംഭവം വാങ്ങിക്കാനായിട്ട് വരുന്നത്. ഞങ്ങൾ ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് €2 €3 വരുന്ന 2-3 സുവനീർസ് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങിട്ടോ. സാൻസേഷാൻസിൽ ഇതുപോലത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് മ്യൂസിയംസ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഗോൾഡും സിൽവറും ഒക്കെ പോലത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്വല്ലറീസും വാച്ചസും ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. അങ്ങനെ നമ്മൾ അതും കൂടെ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം കൂടി അകത്തേക്ക് നടന്നതിന് ശേഷം ചെന്നെത്തിയത് ഒരു ചീസ് മേക്കിംഗ് ഫാക്ടറിയുടെ അകത്താണ്. ചീസ് എങ്ങനെയാണ് കൗ മിൽക്കിൻ്റെ അകത്തുനിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഡെമോസും കാര്യങ്ങളൊക്കെ ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഇങ്ങനെ പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ ചീസും കാര്യങ്ങളും ഒക്കെ ഇവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു പോർഷൻ നമുക്ക് തരുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ പ്ലേറ്റ്സിലായിട്ട് വെച്ചിരിക്കുന്നത് പല ടൈപ്പ് ഓഫ് ചീസുകളാണ് കേട്ടോ. നമുക്കിതെല്ലാം ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവരുടെ ടൂത്ത് പിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്ഥലം വിട്ട് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളും അതുപോലെ തന്നെ നല്ല കാറ്റും ഒരു പോസിറ്റിവിറ്റി ഒക്കെ തരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും.
ശരിക്കും ഇതൊരു 2 അവേഴ്സിൽ കണ്ടു തീർക്കാനുള്ള കാര്യമേ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് കഴിയുമ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഓരോ സ്ഥലത്തും നമ്മൾ നിന്ന് പോകുമ്പോൾ ശരിക്കും ഈ 2 മണിക്കൂറുള്ള കാര്യം നമ്മൾ 3-3.5 മണിക്കൂർ കൊണ്ടേ കണ്ടു കഴിയത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ സാൻസേഷാൻസ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് ഏകദേശം 2.5 മണിക്കൂർ എടുത്ത് എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുക കേട്ടോ. നമ്മൾ ഇവിടുന്ന് ബസ് കയറി നമ്മൾ വന്ന സ്ഥലത്തേക്ക്, അതായത് ആംസ്റ്റർഡാം സെൻട്രലിന്റെ അടുത്തേക്കാട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പൊ സമയം 2:45 ആവാറായിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം 5:30ക്കാണ് നമുക്ക് വേറെ സ്ഥലത്തുനിന്ന് ബസ് എടുക്കേണ്ടത് പാഡർബോണിലേക്ക്. അപ്പോൾ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഏകദേശം 40-45 മിനിറ്റ് എടുക്കും കേട്ടോ നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലിലേക്ക് എത്താനായിട്ട്. ഏകദേശം ഒരു 3:30 ആവാറാകുമ്പോഴേക്കും നമ്മൾ ആംസ്റ്റർഡാം സെൻട്രൽ എത്തും. ഗൈസ്, അപ്പോൾ നമ്മൾ സാൻസേഷാൻസിലെ പരിപാടിയൊക്കെ തീർത്തത് ആംസ്റ്റർഡാം സെൻട്രലിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് KFCന്ന് ഒരു ബക്കറ്റ് ചിക്കനും ഒരു 2 ബർഗറും വാങ്ങിച്ചിട്ട് നമ്മുടെ ഫ്ലിക്സ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആംസ്റ്റർഡാം സ്ലോട്ടർജിക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് ട്രാം എടുത്തിട്ട് വേണം പോകാനായിട്ട്. അവിടെ നിന്നാണ് നമ്മൾ ജർമ്മനിയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം 5:30 നെതർലാൻഡ്സിനോട് നമ്മൾ ടാറ്റ പറയുവാണ് കേട്ടോ. ഞാൻ ഇനിയും നെതർലാൻഡ്സിൽ വരും എന്തായാലും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നെതർലാൻഡ്സ് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ നെതർലാൻഡ്സ് ബ്ലോഗിൻ്റെ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ജർമ്മനിയെക്കാളും നെതർലാൻഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ നെതർലാൻഡ്സിലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് നെതർലാൻഡ്സിനെ പറ്റി മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഒന്നിനും തന്നെ റെസ്ട്രിക്ഷൻസ് ഇല്ല. എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും നെതർലാൻഡ്സുകാർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല. ഓരോ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള ശരികളും തെറ്റുകളും ഉണ്ടല്ലോ. അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് കേട്ടോ നെതർലാൻഡ്സ്. എന്തായാലും ഇത്തവണ നമ്മൾ നെതർലാൻഡ്സിൽ വന്നപ്പോൾ ടുലിപ്പ് സീസൺ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും വരുമ്പോൾ ടുലിപ്പ് സീസൺ ഉള്ള സമയത്ത് വരണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നടന്ന് നമ്മൾ നമ്മുടെ ഫ്ലിക്സ് ബസ്സിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബസ് വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറാൻ പോവാ കേട്ടോ. രാത്രി ഏകദേശം 12 മണിയോടുകൂടി ഈ ഫ്ലിക്സ് ബസ് പാഡർബോൺ എത്തും കേട്ടോ. അപ്പൊ ഞാൻ അതോടുകൂടി എൻ്റെ നെതർലാൻഡ്സ് ബ്ലോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണേ. പാർട്ട് 1 കാണാത്തവര് അതും കൂടെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പൊ എൻ്റെ ഇന്നത്തെ ഈ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.